ഇപ്പോൾ ഒരു നടൻ ഒരു കഥാപാത്രം അവതരിപ്പിക്കുന്നതിന് മുമ്പിനി 3 തവണ ആലോചിക്കും ഇതിനി ഏതൊക്കെ തരത്തിലാണ് നമുക്ക് ഇത് നമ്മളെ ബാധിക്കാൻ പോകുന്നത് എന്നുള്ളൊരു ആലോചന. നമ്മൾ ഗ്രാമങ്ങൾ ഉറങ്ങുകയാണ് എന്നൊക്കെ പറഞ്ഞാൽ പോലും എപ്പോഴാണ് അത് ഉയർത്തെഴുന്നേറ്റ് ശക്തമായി പ്രതികരിക്കുക എന്ന് പറയില്ല. ഈ വർഗീയമായ ചിന്താഗതികൾ കടന്നു വരാത്ത വിധത്തിലേക്കൊരു വലിയ ഉയർന്ന മതിൽ പോലെ, ഒരു വലിയ സഹ്യപർവ്വതം പോലെ നമ്മുടെ മുന്നിലൊരു ഇടതുപക്ഷ മനസ്സ് നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആ കുട്ടികളെ വായനയിലേക്ക് കൊണ്ടുവരുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് ആ പുസ്തകം വഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് മലയാളത്തെ കൂടുതൽ സ്നേഹിച്ചു തുടങ്ങിയിട്ടുണ്ട്, പ്രവാസി മലയാളികൾ സ്നേഹിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. നമ്മൾ എഴുതാൻ ആഗ്രഹിച്ചത് നമ്മളെക്കാൾ മനോഹരമായി മറ്റൊരാൾ എഴുതി വെക്കുമ്പോഴാണ് നമുക്ക് ഒരു എഴുത്തുകാരൻ പ്രിയപ്പെട്ടതാവുന്നത്, അല്ലെങ്കിൽ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ചിലത് അതിൽ നിന്ന് കിട്ടുന്നു എന്നുള്ളതാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഓഡിയോ ബുക്സിൻ്റെ ഒരു ആരാധനയല്ല, കാരണം ഞാൻ എൻ്റെ ശബ്ദം കൊണ്ടാണ് വായിക്കുന്നത്. ഇന്ത്യയിലെ രാഷ്ട്രീയത്തെ സസൂക്ഷ്മം വീക്ഷിക്കുന്ന ഏതൊരാളെയും പോലെ വളരെ ആശങ്കാജനകമായും അതേസമയത്ത് നേരിയ പ്രതീക്ഷയോടും കൂടിയൊക്കെയാണ് ഈ പൊതു തിരഞ്ഞെടുപ്പിനെ നോക്കിക്കാണുകയും ഫലം കാത്തിരിക്കുകയും ഒക്കെ ചെയ്യുന്നത്. ഒരു പൗരൻ എന്ന നിലയിൽ, ഒരു വോട്ടവകാശമുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ നിരന്തരം ഞാൻ രാഷ്ട്രീയത്തെ ശ്രദ്ധിക്കുന്ന ഒരാളാണ്. അതിനകത്ത് ഒരു എഴുത്തുകാരൻ്റേതായ യാതൊരു തരത്തിലുള്ള ഇതൊന്നും ക്രെഡിറ്റും അവകാശപ്പെടാത്ത ഏതൊരാളും ചെയ്യുന്നത് പോലെ, നമ്മുടെ നാട്ടിൻ പുറത്ത് സാധാരണക്കാർ ചെയ്യുന്നത് പോലുള്ള നിരീക്ഷണങ്ങളാണ് നടത്തുന്നത്. സ്വാഭാവികമായിട്ടും മൂന്നാമത് വീണ്ടും അധികാരത്തിലേക്ക് ഈ സർക്കാർ വരികയാണെങ്കിൽ എന്തൊക്കെയാണ് സാധാരണക്കാരെ സംബന്ധിച്ച്, കാരണം അത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങളാണ് നിരന്തരം വന്നുകൊണ്ടേയിരിക്കുന്നത്. ഭീഷണിപ്പെടുത്തുന്ന പ്രഖ്യാപനങ്ങൾ വന്നുകൊണ്ടേയിരിക്കുമ്പോൾ നമ്മളുടെ ജനാധിപത്യത്തിന് എന്ത് സംഭവിക്കും, നമ്മുടെ സമൂഹത്തിന് എന്ത് സംഭവിക്കും, ന്യൂനപക്ഷങ്ങൾക്ക് എന്ത് സംഭവിക്കും എന്നൊക്കെയുള്ള ആശങ്ക ഏതൊരു സാധാരണക്കാരനെയും പോലെയുണ്ട്. എന്നാൽ ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ഇതിനോടുള്ള യാത്ര പലപ്പോഴും നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഏകാധിപത്യത്തിലേക്ക് വളർന്നു വന്ന പലരെയും ഒറ്റയടിക്ക് നിലത്ത് നിരമ്പരിശാക്കിയതിൻ്റെ കഥയും നമുക്ക് അറിയാൻ ഉണ്ട്. അപ്പോൾ ജനാധിപത്യം അത്രയും ശക്തമാണ് ഇന്ത്യയിൽ. നമ്മൾ ഗ്രാമങ്ങൾ ഉറങ്ങുകയാണ് എന്നൊക്കെ പറഞ്ഞാൽ പോലും എപ്പോഴാണ് അത് ഉയർത്തെഴുന്നേറ്റ് ശക്തമായി പ്രതികരിക്കുക എന്ന് പറയില്ല. അത്തരത്തിലുള്ളൊരു പ്രതികരണം ഒരുപക്ഷെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു പ്രതീക്ഷയും എനിക്കുണ്ട്. അതാണ് ഒരുപക്ഷെ ഇന്ത്യൻ ജനാധിപത്യത്തോടുള്ള എനിക്ക് എല്ലാ കാലത്തെയും ഉറച്ച വിശ്വാസം. എത്രയൊക്കെ നമ്മൾ ഏകാധിപത്യത്തിലേക്ക് പോകുമെന്ന് പറഞ്ഞാൽ പോലും പെട്ടെന്ന് ജനങ്ങൾക്ക് അതിനോട് വൈകാരികമായി പ്രതികരിക്കാനോ അതിനെ തൂത്തെറിയാനോ ഉള്ള ഒരു ഇച്ഛാശക്തി ഇതിൻ്റെ പൂർവ്വകാലത്ത് പ്രകടിപ്പിച്ചിട്ടുണ്ട്. ആ ഇച്ഛാശക്തി തുടർന്നും ഇന്ത്യൻ ജനത പ്രകടിപ്പിക്കുമെന്ന് തന്നെയാണ് ഞാൻ കരുതുകയും വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ഇന്ത്യൻ ജനാധിപത്യത്തിൽ എനിക്ക് വലിയ വിശ്വാസമുണ്ട്. കേരളം ഏത് മുന്നണി ഭരിക്കുന്നു എന്നുള്ളതല്ല, കേരളത്തിനൊരു ഇടതുപക്ഷ മനസ്സുണ്ട് എന്നുള്ളതാണ്. ഞാൻ നേരത്തെ ഒരിടത്ത് പറഞ്ഞതുപോലെ, ഈ വർഗീയമായ ചിന്താഗതികൾ കടന്നു വരാത്ത വിധത്തിലേക്കൊരു വലിയ ഉയർന്ന മതിൽ പോലെ, ഒരു വലിയ സഹ്യപർവ്വതം പോലെ നമ്മുടെ മുന്നിലൊരു ഇടതുപക്ഷ മനസ്സ് നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതിനകത്ത് മുന്നണി വ്യത്യാസമില്ല. ഏത് മുന്നണി ഭരിച്ചാലും അതിനകത്തൊരു ഇടതുപക്ഷ മനസ്സുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ അകത്ത് ഒരു യാഥാർത്ഥ്യം. അത്രത്തോളം കേരളീയർ അത്തരത്തിൽ ബൗദ്ധികമായി ഉയർന്നിട്ടുണ്ട്, ചിന്താപരമായി ഉയർന്നിട്ടുണ്ട്. നമ്മളുടെ കൂടിക്കലർന്നുള്ള ജീവിതങ്ങൾ നമ്മളെ വർഗീയമായി ചിന്തിക്കുന്നതിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ധാരാളം സാധ്യതകൾ നമുക്കുണ്ട്. പക്ഷേ അതിലേക്ക് നുഴഞ്ഞു കയറാൻ ചിലർ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും ഫലവത്താവില്ല എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ആ ഇടതുപക്ഷ മനസ്സ് നമ്മുടെ ഉള്ളിൽ നിൽക്കുന്നിടത്തോളം കാലം നമ്മൾ കേരളം വേറിട്ട് തന്നെ നിൽക്കുകയും വേറിട്ട് ചിന്തിക്കുകയും വേറിട്ട് വോട്ട് ചെയ്യുകയും ചെയ്യുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് പൊതുമണ്ഡലത്തിൽ ഇറങ്ങിയതെന്ന് നിശ്ചയമായിട്ടും നിരന്തരം ഇടപെട്ടൊക്കെ ചെയ്യുന്ന ഒരാൾ. എന്നെ സംബന്ധിച്ച് ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ വളരെ അധോമുഖമായി ഒറ്റയ്ക്ക് ലൈബ്രറിയിലിരുന്ന് വായിക്കാനോ എഴുത്തുമുറിയിലിരിക്കാനോ ഒക്കെ ഉള്ള അത്യാവശ്യം ചില ഉത്തരവാദിത്തങ്ങൾ, ചുമതലകൾ എന്നെ ഏൽപ്പിക്കുമ്പോൾ ഞാനത് ചെയ്യാറുണ്ട്. ഇപ്പം YLF യൂത്ത് ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചു. അപ്പോൾ അതിൻ്റെ ഫെസ്റ്റിവൽ ഡയറക്ടർ ആകാമോ എന്ന് ചോദിച്ചപ്പം അത് ഏറ്റെടുത്തു ചെയ്തു എന്നുള്ളതല്ലാതെ, അങ്ങനെയൊക്കെ ചില പരിപാടികളുടെ ഉത്തരവാദിത്തം ഏൽപ്പിക്കുമ്പോൾ ചെയ്യുന്നു എന്നുള്ളതല്ലാതെ ഒരു സമ്പൂർണ്ണ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നതിനോ ഒന്നും, അത് ഒരു മോശം പ്രവൃത്തിയാണ് എന്നുള്ളത് കൊണ്ടല്ല, എൻ്റെ ഒരു മേഖല അതല്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ്.
ചിലപ്പോൾ എല്ലാവർക്കും ആക്ടിവിസ്റ്റ് ആവാൻ കഴിയില്ല എന്നുള്ളതാണ്. പക്ഷേ ഞാൻ പൊതുസമൂഹത്തിൽ ഇറങ്ങി നിന്ന് എൻ്റെ നിലപാടുകൾ പ്രഖ്യാപിക്കുകയോ അല്ലെങ്കിൽ എൻ്റെ നിലപാടുകൾക്കനുസരിച്ച് സംസാരിക്കുകയോ ഒക്കെ ചെയ്യുന്ന ഒരാളാണ്. അത് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഒരു എഴുത്തുകാരൻ എന്ന നിലയിലുള്ള എന്തെങ്കിലും തരത്തിലുള്ള ഒരു ക്രെഡിറ്റ് എടുത്തുകൊണ്ടല്ല, ഞാൻ പറഞ്ഞതുപോലെ ഒരു പൗരൻ എന്ന നിലയിൽ, ഉത്തരവാദിത്വബോധമുള്ള ഒരു മനുഷ്യൻ എന്ന നിലയിൽ സമൂഹത്തോട് ചില കാര്യങ്ങൾ വിളിച്ചു പറയേണ്ടതുണ്ട്. നാളെ ഒരു പക്ഷേ നമ്മുടെ രാജ്യത്ത് ഇങ്ങനെയൊക്കെ ചിലത് സംഭവിക്കാം എന്ന് ഉള്ള ബോധ്യം, നമ്മൾ ചരിത്രം പഠിച്ചതിൽ നിന്ന്, ചരിത്രത്തിലൂടെ കടന്നു പോകുന്നതിൽ നിന്ന് നമ്മൾ ചില കാര്യങ്ങൾ പറയേണ്ടതുണ്ട് എന്നുള്ളൊരു ബോധ്യത്തിൽ നിന്നാണ് അത് പറയുന്നത്. പക്ഷേ ചിലരെ സംബന്ധിച്ച് അതല്ല, എഴുത്തിൽ മാത്രം പറഞ്ഞാൽ മതി, അവിടെ ഒതുങ്ങി നിന്നാൽ മതി എന്ന് പറഞ്ഞു. ഇപ്പോൾ എല്ലാ സമൂഹത്തിൻ്റെ എല്ലാ തുറയിലുള്ളവരും എല്ലാ ആക്ടിവിസ്റ്റ് ആവുകയും ഇറങ്ങി ചെയ്യുന്നത്. ഇപ്പോൾ എല്ലാ ഡോക്ടർമാരും ആവുന്നില്ല, എല്ലാ വക്കീലന്മാരും ആവുന്നില്ല, തൊഴിൽ മാത്രം ഒതുങ്ങി ജീവിക്കുന്നവരുമുണ്ട്. അപ്പോൾ എഴുത്തുകാരും എഴുത്തിൽ മാത്രം ഒതുങ്ങി ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അവരങ്ങനെ ജീവിക്കട്ടെ. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എൻ്റെ നിലപാടുകൾ ശക്തമായി പറയാൻ ആഗ്രഹിക്കുകയും അത് കൊണ്ട് സമൂഹത്തിൽ എന്തെങ്കിലും വിയോജിപ്പുകളോ എതിർപ്പുകളോ ഉണ്ടെങ്കിൽ അതിനെ വകവെക്കാതിരിക്കുകയും ചെയ്യുന്ന ആളാണ്. അങ്ങനെ പറ്റുമോയെന്ന് ചോദിച്ചാൽ എഴുത്തിലുണ്ടെങ്കിൽ പോലും അയാളുടെ രാഷ്ട്രീയം എന്താണോ അറിഞ്ഞോ അറിയാതോ എഴുത്തിൽ വരും. പക്ഷെ പൊതുസമൂഹത്തിൽ പോകുന്നില്ലാവാം, പൊതുവേദിയിൽ നിന്ന് സംസാരിക്കുന്നില്ലാവാം. പക്ഷേ നമ്മൾ അദ്ദേഹത്തിൻ്റെ എഴുത്തിലൂടെ കടന്നു പോയാൽ തീർച്ചയായിട്ടും അയാളുടെ രാഷ്ട്രീയം എന്താണെന്ന് നമുക്ക് നിശ്ചയമായിട്ടും മനസ്സിലാക്കാം. കാരണം ഓരോ കഥാപാത്രങ്ങളും ഓരോ ജീവിത സാഹചര്യങ്ങളും എഴുത്തുകാരൻ്റെ സൃഷ്ടി മാത്രമാണ്. അയാളുടെ മനസ്സാണ് സംസാരിക്കുന്നത്. അയാൾ സമൂഹത്തിൻ്റെ പലയിടങ്ങളിൽ നിന്ന് സാംശീകരിച്ചു കൊണ്ടുവരുന്നതാവാം, കണ്ടിട്ടുള്ളതാവാം, കേട്ടിട്ടുള്ളതാവാം. പക്ഷേ ആത്യന്തികമായി അയാളും മനസ്സ് സംസാരിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് ഓരോ സംഭാഷണത്തിൻ്റെ ഇടയിലും ഓരോ കഥാസന്ദർഭത്തിൻ്റെ ഇടയിലും അയാൾ അവിടെ ഉണ്ട് എന്നുള്ളത് കൊണ്ട് അയാൾ ആരാണെന്ന് നമുക്ക് ഈസിയായിട്ട് വായിച്ചെടുക്കാൻ കഴിയും. വളരെ വേഗം മാറിക്കൊണ്ടിരിക്കുകയാണ്. മുൻകാലങ്ങളിലൊന്നും നമുക്ക് അങ്ങനെ ഒരു ആകുലതയെ ഉണ്ടായിരുന്നില്ല. ഇപ്പം നമ്മുടെ കഥാപാത്രത്തിൻ്റെ പേരെന്താണ്, നമ്മൾ എന്താണ് മഹാഭാരതത്തെയാണോ ആസ്പദിച്ചാണോ എഴുതുന്നത്, അല്ലെങ്കിൽ ബൈബിളിനെ ആസ്പദമാക്കിയാണോ എഴുതുന്നത്, അത്തരം കഥാപാത്രങ്ങളെ ഏറ്റെടുക്കുന്നുണ്ടോ, അതൊന്നും നമ്മൾ ആലോചിക്കുന്നതേ ഇല്ല. നമുക്ക് നല്ലൊരു കഥ കിട്ടുന്നു, നമ്മളതിൻ്റെ പിന്നാലെ പോകുന്നു. അല്ലെങ്കിൽ ഒരു നടനോ നടിയോ അവർക്ക് കിട്ടുന്ന ഒരു നടൻ ഒരു കഥാപാത്രത്തെ അഭിനയിച്ചിട്ട് മറന്ന് അവരടുത്തതിലേക്ക് പോകുക എന്നതിൻ്റെ ഉപരിയായി ഇത്തരം ചില മലിനമായ ചിന്തകൾ നമ്മളെ സെൽഫ് സെൻസറിങ്ങിന് പ്രേരിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു നടൻ ഒരു കഥാപാത്രം അവതരിപ്പിക്കുന്നതിന് മുമ്പിന് 3 തവണ ആലോചിക്കും, ഇതിനി ഏതൊക്കെ തരത്തിലാണ് നമുക്ക് ഇത് നമ്മളെ ബാധിക്കാൻ പോകുന്നത് എന്നുള്ളൊരു ആലോചന. അത്തരത്തിലുള്ള ഒരു മലിനമായ ചിന്ത എങ്ങനെയാണ് കേരള സമൂഹത്തിലേക്ക് കുത്തിവെക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. പക്ഷേ ഇപ്പോൾ മമ്മൂട്ടിയുടെ കേസിലാണെങ്കിൽ പോലും കേരളീയ സമൂഹം ഒന്നടങ്കം മമ്മൂട്ടിക്കൊപ്പം നിൽക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യുന്നു. അതായത് എല്ലാ കാലത്തും, അത് എസ് ഹരീഷിൻ്റെ വിവാദം മുതൽ നമ്മളിങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ കാലത്തും കലാകാരന്മാർക്കും എഴുത്തുകാർക്കും ഒപ്പം പൊതുസമൂഹം ശക്തമായി നിന്നിട്ടുള്ളത് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് ചെറിയ വിവാദങ്ങൾ ഉണ്ടാക്കി അത് അടുത്ത വിവാദത്തോടു കൂടി അസ്തമിക്കുക എന്നുള്ളതല്ലാതെ വ്യക്തിപരമായി ഒന്നും ചെയ്യാൻ കഴിയില്ല. പക്ഷേ ഇത്തരത്തിലുള്ള സെൻസർഷിപ്പ് നമ്മൾ അറിയാതെ നമ്മുടെ മനസ്സിനെ ബാധിക്കുമോ എന്നുള്ളൊരു ഭയം എനിക്കുണ്ട്. ഇപ്പം ഞാൻ തന്നെ ഒരു കഥ എഴുതാൻ തുടങ്ങുന്നതിന് മുമ്പ് ഇനി ഏത് തരത്തിലാണ് ഇത് പ്രശ്നം ഉണ്ടാവാൻ പോകുന്നത് എന്ന് നമ്മൾ ആലോചിച്ച് തുടങ്ങിയാൽ യഥാർത്ഥത്തിൽ നമ്മുടെ എഴുത്തിന് അതൊരു വലിയ വിഘാതമാണ് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ സഞ്ചാരം എന്ന നിലയിൽ പോകുമ്പോൾ നമ്മൾ കൂടുതൽ പ്രവാസാനുഭവങ്ങളും പ്രവാസികളെയും കണ്ടുമുട്ടുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ അന്ന് ഞാൻ ഗൾഫിൽ താമസിക്കുമ്പോൾ അവിടെ ഉള്ള ഒരു സമൂഹത്തെ മാത്രം കാണുകയും മനസ്സിലാക്കുകയും ചെയ്തിരുന്നെങ്കിൽ ലോകത്തെമ്പാടുമുള്ള പ്രവാസ സമൂഹങ്ങൾ, പ്രത്യേകിച്ച് മലയാളി സമൂഹങ്ങൾ വളരുന്നതും മാറുന്നതും ഒക്കെ അനുഭവിക്കാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ഒരു 10 വർഷം കൊണ്ട് എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ടത് മലയാളത്തെ കൂടുതൽ സ്നേഹിച്ചു തുടങ്ങിയിട്ടുണ്ട്, പ്രവാസി മലയാളികൾ സ്നേഹിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ 80കളിലും 90കളിലും വരെ മലയാളം പഠിക്കുന്നതും വായിക്കുന്നതും ഒക്കെ തെറ്റാണെന്നോ അതൊരു സമൂഹത്തിൽ ചേർന്നതല്ലെന്നോ ഇംഗ്ലീഷ് മാത്രം പറയുന്നതാണ് തങ്ങളുടെ പ്രൗഢിക്ക് പ്രധാനപ്പെട്ടതെന്നോ കരുതിയിരുന്ന വലിയ പ്രവാസി സമൂഹങ്ങൾ ഉണ്ടായിരുന്നെന്ന് മാറി മലയാളം തങ്ങളുടെ കുട്ടികളെ ഉറപ്പായും പഠിപ്പിക്കണം എന്ന് തീരുമാനിക്കുന്ന വളരെയധികം മാതാപിതാക്കൾ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാര്യം. 2, ഭാഷ ഭയങ്കരമായി വളർന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് സാങ്കേതികവിദ്യയുടെ ഒരു സൗകര്യം വന്നതോടുകൂടി, ഇൻ്റർനെറ്റ് വ്യാപകമായതോടുകൂടി നമ്മളുടെ വാർത്തകൾ വളരെ വേഗത്തിലെത്തുന്നു, അവർ സജീവമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്നു, ദൃശ്യമാധ്യമങ്ങൾ അവൈലബിളാണ്, ഇപ്പം മറ്റ് ഓൺലൈൻ മാധ്യമങ്ങൾ അവൈലബിൾ ആയതുകൊണ്ട് കേരളവുമായി അവർ കൂടുതൽ കണക്റ്റഡാണ്, കൂടുതൽ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു, കൂടുതൽ അവർക്ക് സാഹിത്യത്തിലോട് ഇടപെടാൻ കഴിയുന്നു, അവർക്ക് എഴുതാൻ കഴിയുന്നു. ഇന്നേ വരെ അതിന് മുമ്പ് ഒരു 20 വർഷം മുമ്പ്
മലയാളത്തിൽ ഒരു സാധ്യതയും ഇല്ലാതിരുന്ന എത്രയോ ആളുകൾ ഈ സാങ്കേതികവിദ്യയുടെ സൗകര്യം ഉപയോഗിച്ചുകൊണ്ട് മലയാളം എഴുതുകയും മലയാളത്തോട് ബന്ധപ്പെടുകയും അതാത് രാജ്യങ്ങളിലെ അനുഭവങ്ങൾ നമുക്ക് പങ്കുവെക്കുകയും ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. നമ്മൾ ഇതുവരെയും വായിക്കാത്ത ചൈനയിൽ നിന്ന്, ജപ്പാനിൽ നിന്ന്, ബ്രസീലിൽ നിന്ന്, ധാരാളം യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള അനുഭവങ്ങൾ മലയാളത്തിന് നമുക്ക് സമ്മാനിക്കാം. അപ്പോൾ പ്രവാസി സമൂഹം കുറേ കൂടി ശക്തി പ്രാപിക്കുകയും അതേസമയം കേരളത്തിനോടുള്ള ബന്ധം ശക്തിപ്പെടുത്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ ഈ യാത്രകളിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. രണ്ട് തരം യാത്രകൾ. ഒന്ന്, പലപ്പോഴും ഇതുവരെ അടുത്തായി എഴുതാൻ പോകുന്ന രചനകൾക്ക് വേണ്ടിയുള്ള യാത്രകൾ. ഇപ്പോൾ നിശബ്ദ സഞ്ചാരങ്ങൾക്ക് വേണ്ടിയൊക്കെ ഞാൻ യാത്ര നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ വരാൻ പോകുന്ന നോവലിന് വേണ്ടി കുറച്ച് ഗ്രീസിലൊക്കെ ഞാൻ യാത്ര നടത്തിയിട്ടുണ്ട്. അത്തരം യാത്രകൾ നമ്മൾ ഒരു ലക്ഷ്യം മുന്നിൽ നിർത്തി കൊണ്ട് നടത്തുന്നതാണ്. അതേസമയത്ത് നമ്മൾ വളരെ യാദൃച്ഛികമായി നടത്തുന്ന യാത്രകളിൽ നിന്ന് വീണ് കിട്ടുന്ന ധാരാളം കഥകളുണ്ട്. നമ്മുടെ മൊത്തം ചിന്താഗതിയെ മാറ്റിമറിക്കുന്ന, നമ്മളുടെ വിഷനെ മാറ്റിമറിക്കുന്ന, നമ്മുടെ ബോധങ്ങളിൽ പുതിയ വെളിച്ചം നയിക്കുന്ന ഒന്നാണ് യാത്രകൾ എന്നുള്ളതാണ്. നിരന്തരം യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. എല്ലാ കാലത്തും മലയാളി പോയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പം വിദ്യാഭ്യാസത്തിന് വേണ്ടി പോകുന്നു എന്നുള്ളത്. ഇപ്പോൾ 70കളിൽ നമ്മൾ ഗൾഫിലേക്ക് കൂട്ടത്തോടുകൂടിയാണ് പോയിട്ടുള്ളത്. അന്ന് നമ്മളാരും പറഞ്ഞില്ല പോയി എന്നുള്ളതിനെ സംബന്ധിച്ച്. ഇതിനു മുമ്പും കേരളത്തിൽ പഠിച്ചില്ലെങ്കിൽ കുട്ടികൾ തമിഴ്നാട്ടിലോ അല്ലെങ്കിൽ കർണാടകയിലോ പഠിച്ചിരുന്നു. അവരിന്ന് മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. അതിന് ഒന്ന് രണ്ട് കാരണങ്ങൾ ഉണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. ഒന്ന്, ഈ പറഞ്ഞതുപോലെ നല്ല വിദ്യാഭ്യാസം കിട്ടും എന്നുള്ള ഒരു തോന്നൽ, പ്രത്യേകിച്ച് ഭാഷയിലും മറ്റും ഒരു പ്രാവീണ്യം നേടാം എന്നുള്ള ഒരു തോന്നലെന്ന്. രണ്ട്, യുവാക്കൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു ജീവിതം അവർക്ക് കിട്ടുന്നുണ്ട്, സാമൂഹിക സുരക്ഷ ഉൾപ്പെടെയുള്ള. പ്രത്യേകിച്ച് പെൺകുട്ടികളൊക്കെ രാത്രിയിൽ ഏത് സമയത്ത് ഇറങ്ങി നടന്നാലും അവർക്ക് ഭയക്കാത്ത ഒരു സാമൂഹിക സാഹചര്യം ഉണ്ട് എന്നുള്ളത് കൊണ്ട് അവർ ആ രാജ്യങ്ങളിലേക്ക് പോകുന്നു. മൂന്ന്, ഈ പറഞ്ഞതുപോലെ വരും കാലത്ത് അവർക്ക് അവിടെ ചേക്കേറാൻ കഴിയും, അവിടെ സെറ്റിലാവാൻ കഴിയും എന്നുള്ളത് ഒരു സാധ്യത. അങ്ങനെ പല സാധ്യതകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടും കൊണ്ടാണ് അവരതിനെ പോകുന്നത്. അതിനെ നമുക്ക് തടയാൻ കഴിയില്ല, പോകുന്നവർ പോകട്ടെ എന്നുള്ളതാണ്. നമ്മൾ കൂടുതൽ മെച്ചപ്പെട്ട സാമൂഹിക സാഹചര്യങ്ങളും അതിന് തത്തുല്യമായ വിദ്യാഭ്യാസ നിലവാരവും ഇവിടെ ഉയർത്തിയാൽ അവരിവിടെ നിന്ന് പഠിച്ചുകൊണ്ട് പോകാനുള്ള മറ്റ് ജോലി നേടാനുള്ള സാധ്യത വരുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അത് ഒരു താൽക്കാലിക പ്രതിഭാസമാവാം. കുറേ കഴിയുമ്പം കേരളത്തിൽ തന്നെ ആ കുട്ടികൾ പഠിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും എന്ന് ഞാൻ കരുതുന്നു. കുറച്ച് കഴിയുമ്പം അവരവിടെ നിന്ന് ആർജിച്ച അറിവും കഴിവും ഒക്കെ നമുക്ക് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കേരളത്തെ കൂടുതൽ ഗുണപ്രദമായി മുന്നോട്ട് കൊണ്ടുപോകാനാണ് കഴിയുക എന്ന് എനിക്ക് തോന്നുന്നു. അതാണ് ലോക കേരള സഭ ഉൾപ്പെടെയുള്ള പരീക്ഷണങ്ങളിലൂടെ നമ്മൾ മുന്നോട്ട് വെക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആശയം. എത്രയൊക്കെ മലയാളികൾ പുറത്തു പോയാലും അവരുടെ കഴിവ് നമുക്ക് എത്രത്തോളം പ്രയോജനപ്പെടുത്താൻ കഴിയുമെന്നുള്ളതാണ്. അത് കൂടുതൽ കുട്ടികൾ പോകുന്നു, കൂടുതൽ അറിവാർജിക്കുന്നു, കൂടുതൽ തൊഴിൽ സ്ഥാപനങ്ങളിൽ എത്തുന്നു എന്നുള്ളത് നമുക്ക് ഗുണപ്രദമായി തീരത്തേ ഉള്ളൂ എന്നാണ് ഞാൻ കരുതുന്നത്. അത് പണം കൊണ്ട് മാത്രമല്ല, അവിടെ നിന്ന് കിട്ടുന്ന അറിവ് നമുക്ക് ഇവിടെ പ്രയോജനപ്പെടുത്താൻ കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. യഥാർത്ഥത്തിൽ മറ്റു പുസ്തകങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്ന ഒരു വഴിയായിട്ടാണ് ഞാൻ ആടുജീവിതത്തെ കാണുന്നത്. ആടുജീവിതം എഴുതിയില്ലായിരുന്നെങ്കിൽ എൻ്റെ മറ്റു പുസ്തകങ്ങൾ അത്തരത്തിൽ വായിക്കപ്പെടില്ലായിരുന്നു. അപ്പോൾ ആടുജീവിതം വന്നു, ആടുജീവിതം ഇഷ്ടപ്പെടുന്ന ഒരാൾ പിന്നീട് മറ്റു പുസ്തകങ്ങൾ വായിക്കുന്നു, അതും ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്നു. അപ്പോൾ ആടുജീവിതത്തേക്കാൾ എത്രയോ അധികം ആളുകൾ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് മഞ്ഞവെയിൽ മരണങ്ങളാണെന്ന് പറയുന്നവരുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരാളിലേക്കുള്ളൊരു എൻട്രിയാണ് ഒരു പുസ്തകം, ഒരു പേര്. അപ്പോൾ ആയിരക്കണക്കിന് ആളുകൾ എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലത്ത് ഒരാളുടെ പേര് അടയാളപ്പെടുത്താൻ പറ്റിയ ഒരു ഒന്നായിട്ടാണ് ഞാൻ ആടുജീവിതത്തെ കാണുന്നത്. അത് വളരെയധികം ഗുണം ചെയ്തിട്ടുണ്ട്, അത് മറ്റു പുസ്തകങ്ങൾക്കും ഗുണം ചെയ്തിട്ടുണ്ട്. പക്ഷേ അതൊരു ഭാരമായി ഞാൻ കൊണ്ടു നടക്കുന്നില്ല എന്നുള്ളതാണ്. ഞാൻ എപ്പോഴും ഇപ്പോൾ ആടുജീവിതം എഴുതി കഴിഞ്ഞു, അവാർഡുകൾ കിട്ടി, അന്ന് വളരെ പ്രസിദ്ധിയിലേക്ക് പോകുമ്പോൾ ഞാൻ 3 വർഷത്തിനുള്ളിൽ മഞ്ഞവെയിൽ മരണങ്ങൾ എഴുതി വളരെ എൻ്റെർലിയായി മറ്റൊന്നിലേക്ക് പോയി. അപ്പോൾ അങ്ങനെ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് പോകാൻ എനിക്ക് കഴിയുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് ആടുജീവിതം എനിക്കൊരു ഭാരം അല്ല. ഇഷ്ടം പോലെ പക്ഷേ എൻ്റെ ഒരു മേഖലയല്ല അത്. അതല്ല, അതിനുവേണ്ടിയല്ല ഞാൻ നജീബിൻ്റെ ജീവിതം എഴുതിയോ അല്ലെങ്കിൽ ആടുജീവിതം എഴുതിയോ. എനിക്ക് പറയേണ്ട ചില കാര്യങ്ങൾ നജീബിൻ്റെ ജീവിതത്തിനകത്തുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ നജീബിനെ ചൂസ് ചെയ്തത്. അല്ലാതെ ഇത്തരം ചില ജീവിതങ്ങൾ തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അത് ഞാനൊരിക്കലും ഇനി അങ്ങനെ ഒരു കഥ എഴുതുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് ആദ്യം അത് ഉൾക്കൊള്ളാൻ കഴിയണം, അത് നമ്മളോട് ചേർന്ന് നിൽക്കുന്നതായിരിക്കണം,
നമ്മളെ ഹോണ്ട് ചെയ്യുന്നതായിരിക്കണം. അപ്പോഴാണ് അത് എഴുതാൻ തോന്നുന്നത്. അല്ലാതെ ഒരാളുടെ ജീവിതം കൊള്ളാം എന്ന് വിചാരിച്ചിട്ട് എഴുതുന്നതല്ല. അതുകൊണ്ട് ധാരാളം ആളുകൾ എൻ്റെ കയ്യിൽ ഇതിനേക്കാൾ നല്ല കഥയുണ്ട്, വളരെ ഹോണ്ടിങ് ആണ്, ഞാൻ അനുഭവിച്ചാണ്, സാറൊന്ന് കേൾക്കണമെന്നൊക്കെ. പക്ഷേ ഞാൻ നിരസിക്കുകയാണ് ചെയ്യുന്നത്. കാരണം അത് എൻ്റെ ഒരു ഏരിയ ആയിട്ട് ഞാൻ കാണുന്നില്ല. ഗ്രീക്കിൽ പോയത് തന്നെ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട എഴുത്തുകാരിൽ ഒരാളാണ് നിക്കോസ് കസൻസാക്കിസ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇടത്ത് പോവുക, അദ്ദേഹത്തിൻ്റെ ക്രീറ്റ് എന്ന് പറയുന്ന നഗരം കാണുക എന്നുള്ളത് എനിക്ക് വലിയ ആഗ്രഹമാണ്. ദീർഘകാലമായി മനസ്സിൽ കൊണ്ടു നടന്നതാണ്. പലപ്പോഴും പല സുഹൃത്തുക്കളെയും ക്ഷണിച്ചിട്ടൊന്നും അവർക്കും സമയമില്ല. എന്നിട്ട് ഞാനൊരു സോളോ യാത്രയാണ് യഥാർത്ഥത്തിൽ നടത്തിയത്. അങ്ങനെ ഏതൻസിൽ പോയി ആ വഴിയാണ്, അതിനോടനുബന്ധിച്ചാണ് ഞാൻ മലയാളികൾ വളരെ അപൂർവമായി പോയിട്ടുള്ള മൗണ്ട് ആഥോസിൽ പോയിട്ടുള്ളത്. മൗണ്ട് ആഥോസ് എന്ന് പറയുന്നത് ഈ കിഴക്കൻ ഓർത്തഡോക്സ് സഭകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിശുദ്ധ സ്ഥലങ്ങളിലൊന്നാണ്. ഏതാണ്ട് 20ഓളം സന്യാസി മഠങ്ങൾ മാത്രമുള്ള ഒരു സ്വതന്ത്ര റിപ്പബ്ലിക്കാണ്. ഗ്രീസിനുള്ളിൽ തന്നെയുള്ള ഒരു സ്വതന്ത്ര റിപ്പബ്ലിക്ക്. അവിടത്തേക്ക് നമുക്ക് പോകണമെങ്കിൽ പ്രത്യേക പെർമിറ്റ് വേണം. അത് ഏതൻസിൽ നിന്ന് തെസലോനിക്കി എന്ന് പറയുന്ന നഗരത്തിലെത്തണം. അവിടുന്ന് 2 മണിക്കൂർ ബസ് യാത്ര നടത്തി ഔറനോപോളി എന്ന് പറയുന്ന ഒരു തീരദേശ ഗ്രാമത്തിലെത്തണം. അവിടുന്ന് 2 മണിക്കൂർ ബോട്ട് യാത്ര നടത്തി വേണം മൗണ്ട് ആഥോസിലെത്താൻ. അങ്ങനെ മൗണ്ട് ആഥോസിലെത്തി. മൗണ്ട് ആഥോസിൽ 2 ദിവസം അവിടുത്തെ സന്യാസി മഠത്തിൽ പുറലോകവുമായി യാതൊരു തരത്തിലും ബന്ധപ്പെടാത്ത സന്യാസിമാരോടൊപ്പം 2 ദിവസങ്ങളിൽ താമസിക്കാൻ കഴിഞ്ഞു. അതിനുശേഷമാണ് ക്രീറ്റിലേക്ക് പോകുന്നത്. ക്രീറ്റിൽ ചെല്ലുന്നു, നിക്കോസ് കസൻസാക്കിസിൻ്റെ ശവകുടീരം കാണുന്നു. അപ്പം സാക്കിസിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കൃതി സോർബ ദ ഗ്രീക്ക് തന്നെയാണ്. അപ്പം സോർബയെ സൃഷ്ടിച്ച എഴുത്തുകാരൻ്റെ ദേശം, അദ്ദേഹത്തിൻ്റെ ശവകുടീരം, അദ്ദേഹത്തിൻ്റെ വീട് ഇപ്പം മ്യൂസിയമാണ്. അതൊക്കെ പോയി കാണാൻ കഴിഞ്ഞു എന്നുള്ളത് ഭയങ്കര സന്തോഷമുള്ള ഒരു നിർവൃതി നിറഞ്ഞ അനുഭവമായിരുന്നു. നമ്മൾ എഴുതാൻ ആഗ്രഹിച്ചത് നമ്മളെക്കാൾ മനോഹരമായി മറ്റൊരാൾ എഴുതി വെക്കുമ്പോഴാണ് നമുക്ക് ഒരു എഴുത്തുകാരൻ പ്രിയപ്പെട്ടതാവുന്നത്, അല്ലെങ്കിൽ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ചിലത് അതിൽ നിന്ന് കിട്ടുന്നു എന്നുള്ളതാണ്. ക്രിസ്തുവിനെ അദ്ദേഹം നോക്കിക്കാണുന്ന വിധം, കാരണം ഞാൻ ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഒരാളെന്ന നിലയിൽ ചെറുപ്പം മുതൽ തന്നെ ബൈബിളിനെയും യേശുവിനെയും ഒക്കെ ഇങ്ങനെ കൂടെ കൊണ്ടു നടന്ന ഒരാളെന്ന നിലയിൽ എങ്ങനെയാണ് ലാസ്റ്റ് ടെംപ്റ്റേഷൻ ഓഫ് ക്രൈസ്റ്റിനകത്ത് ക്രിസ്തുവിനെ അദ്ദേഹം അവതരിപ്പിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ ആത്മീയത എന്താണ്, അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രാർത്ഥന, ദൈവമേ ഞാൻ എന്തായിത്തീരണമെന്ന് നീ ആഗ്രഹിക്കുന്നു, എന്നെ നീ അതാക്കി തീർക്കണമേ എന്നാണ്. നമ്മൾ ക്രിസ്ത്യാനികൾ ധാരാളം പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കുന്നതിലും അതിനേക്കാളൊക്കെ എത്രയോ മനോഹരമായ പ്രാർത്ഥനയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അദ്ദേഹം കൊണ്ടു നടന്ന ഒരു മതാതീതമായ ഒരു ആത്മീയതയുണ്ട്. അദ്ദേഹം എല്ലാ കാലത്തും മതത്താൽ വേട്ടയാടപ്പെട്ടവനാണ്, തിരസ്കരിക്കപ്പെട്ടവനാണ്. അദ്ദേഹത്തിൻ്റെ ശവം ഡെഡ് ബോഡി ഏതൻസിൽ കൊണ്ടുവന്നപ്പോൾ അവിടെ സംസ്കരിക്കാൻ പോലും സമ്മതിക്കാത്ത വിധത്തിൽ സഭ അദ്ദേഹത്തെ തിരസ്കരിച്ചതാണെങ്കിൽ പോലും അദ്ദേഹം മുന്നോട്ട് വെച്ച ഒരു ആത്മീയത എന്നെ എല്ലാ കാലത്തും ഭയങ്കരമായിട്ട് സ്വാധീനിച്ചിട്ടുണ്ട്. അത് ഓഷോയെ വായിച്ചിട്ടുണ്ട്, ജിദ്ദു കൃഷ്ണമൂർത്തിയെ വായിച്ചിട്ടുണ്ട്, ഇപ്പോൾ അല്ലെങ്കിൽ ജിബ്രാനെ വായിക്കുന്നു. അതിനോടൊപ്പം തന്നെ ഞാൻ ഭയങ്കരമായി ആരാധിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഈ ആത്മീയതയാണ്. ഞങ്ങൾ തമ്മിൽ അങ്ങനെ നിരന്തരമായി കൂടിയിരിപ്പില്ലെങ്കിൽ പോലും ഞങ്ങളിപ്പോൾ ഈ സാഹിത്യോത്സവങ്ങൾ ധാരാളമായി നടക്കുന്നതുകൊണ്ട്, ഇപ്പോൾ തിരുവനന്തപുരത്താണെങ്കിലും കോഴിക്കോടാണെങ്കിലും ഇപ്പം അക്കാഡമിയുടെ ആണെങ്കിലും ഒക്കെ കാണുമ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ കാണുകയും ആ ദിവസങ്ങളിലൊക്കെ എല്ലാവരും തമ്മിൽ കാണുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ഇപ്പോൾ മറ്റ് മീഡിയങ്ങളിലൂടെയുള്ള നിരന്തരം വിളികളും സംസാരങ്ങളും ഒക്കെ ഉണ്ട്. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ശത്രുതയൊന്നുമില്ല എന്നുള്ളതാണ്. ഇത് മാത്രമല്ല, വലിയ സൗഹൃദത്തിലാണ് ഞങ്ങളുടെ ഏജ് ഗ്രൂപ്പിലുള്ളത്. ഞാൻ കുറച്ചുകൂടെ ചെറിയ കുട്ടികളുമായിട്ടും ഒക്കെ നല്ല കമ്പനിയാണ്. പക്ഷേ ഞങ്ങളെല്ലാവരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിയും സംസാരവും കൂട്ടായ വർത്തമാനങ്ങളും ഒക്കെ ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഉണ്ണിയാർ വളരെ പ്രിയപ്പെട്ട ആളാണ്. സുഭാഷ് ചന്ദ്രനായിട്ട് ഞങ്ങളെപ്പോഴും കണക്ട് ചെയ്യും. ഇപ്പോൾ പറഞ്ഞാൽ ഇന്ദുഭവനുമായിട്ട് നിരന്തരമായിട്ട് ഉണ്ട്. ഈ സന്തോഷ് കുമാർ, സന്തോഷ് ഇച്ചിക്കാനം, അങ്ങനെ വി മുരളി, എല്ലാവരുമായിട്ട് നമ്മൾ ഒരു സൗഹൃദവും ഒന്നിച്ചു കൂടിയിരിപ്പും വർത്തമാനവും ഒക്കെ ഉണ്ടാവാറുണ്ട്. എനിക്ക് ഇന്ദുഭവൻ്റെ രചനകൾ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. പല രീതിയിൽ എഴുതാൻ അദ്ദേഹത്തിന് സാധിക്കും. ആനോ എന്ന് പറയുന്നത് ആ മേഖലയിലൊന്നും നിൽക്കുന്ന നോവലല്ല. പല കള്ളൻ്റെ ആത്മകഥ പോലെ ഭയങ്കര നിരീക്ഷണപാഠമുള്ള, അന്വേഷണ ബുദ്ധിയുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങളൊക്കെ ഒരു കാലത്ത് ഞാൻ ധാരാളമായി വായിച്ചു കൊണ്ടിരുന്ന ആളാണ്. അപ്പോൾ അങ്ങനെ ഒരു ആത്മബന്ധമുണ്ട്. അപ്പം നമ്മുടെ ജോണിൽ നിൽക്കുന്ന ഒരാളൊന്നും ആയിരിക്കണമെന്നില്ല നമ്മുടെ സുഹൃത്ത് എന്ന് പറയുന്നത്. അല്ലാതെ തന്നെ നമുക്ക് സൗഹൃദം ഉണ്ടാക്കാനും അദ്ദേഹത്തിൻ്റെ എഴുത്തുകളെ, അതാരുടെ ആയാലും എഴുത്തുകളെ ഇഷ്ടപ്പെടാനും ഒക്കെ നമുക്ക് കഴിയുമെന്നുള്ളതാണ്. എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. അതൊരു പക്ഷേ നല്ലതാണെന്നാണ് പറയുന്നത്. ഇപ്പം
റാം വായിക്കുന്നത് ഒരു 20-നും 25-നും ഇടയിൽ പ്രായമുള്ള കുട്ടികളാണ് അതിനകത്ത് ഏറ്റവും കൂടുതലായി വായിക്കുന്നത്, അല്ലെങ്കിൽ ഒരു 15 വട്ടം എന്ന് വേണമെങ്കിൽ പറയാവുന്ന. അപ്പോൾ ആ കുട്ടികളെ വായനയിലേക്ക് കൊണ്ടുവരുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് ആ പുസ്തകം വഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അവർ ആ പുസ്തകം വായിച്ചതിന് ശേഷം മറ്റ് പുസ്തകങ്ങളിലേക്ക് പോവുകയും അവരുടെ വായനയുടെ നിലവാരം കൂടുതൽ കൂടുതൽ ഉയർത്തിക്കൊണ്ട് വരികയും മറ്റ് സാഹിത്യത്തിലേക്ക് പോവുകയും ചെയ്യും. 100% അല്ലെങ്കിൽ പോലും അതിൽ 50% ആളുകളെങ്കിലും വായനയിലേക്ക്, സജീവമായ വായനയിലേക്ക് വന്നാൽ അത് പ്രധാനപ്പെട്ട കാര്യമാണെന്നുള്ളത്. നമ്മളൊക്കെ അങ്ങനെയാണ് വായനയിലേക്ക് വന്നിട്ടുള്ളത്. അത് മറച്ചു വെക്കുന്നു പലരും എന്നുള്ളതാണ്. ഇപ്പോൾ കോട്ടയം പുഷ്പനാഥനെയൊക്കെ വായിച്ചിട്ടുകൊണ്ടാണ് നമ്മളൊക്കെ സാഹിത്യത്തിലേക്ക് വരുന്നത്. അപ്പോൾ അത് ഗുണമുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് ചെറുപ്പക്കാരാണ് വായിക്കുന്നത് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. നാളെയും വായിക്കാൻ ആൾ വേണം, നമ്മുടെ സാഹിത്യം നിലനിൽക്കേണ്ടതുണ്ട്. അതിനേക്കുള്ളൊരു തുറവിയാണ് അതായിട്ട് ഞാൻ കാണുന്നത്. അതുകൊണ്ട് അത് വളരെ ആഹ്ലാദപൂർവ്വമാണ് ഞാൻ കാണുന്നത്. അഖിൽ നമ്മളെ പ്രിയപ്പെട്ട ആളാണ്. അഖിലിൻ്റെ ആദ്യത്തെ പുസ്തകം ആദ്യമായി സമർപ്പിച്ചത് എനിക്കാണ്. അത്ര ഒരു സ്നേഹബന്ധം ഒരുപാട്ടൊക്കെ ഉണ്ട്. സോഷ്യൽ മീഡിയ വളരെയധികം ഗുണം ചെയ്തിട്ടുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾക്ക് ഇന്നോളം എഴുത്തിലേക്ക്, സാഹിത്യത്തിലെ അക്സസ് ഇല്ലാതിരുന്ന ധാരാളം ആളുകൾക്ക് സാധ്യത ഉളവാക്കി. അത് ലോകത്തിൻ്റെ പല ഭാഗത്തല്ല, കേരളത്തിനുള്ളിൽ നിന്നും അത് സാധ്യമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് വാരികകളുടെ ഒന്നും പിന്തുണയില്ലാതെ ഒരു കാലത്ത് വാരികകളായിരുന്നു അല്ലെങ്കിൽ മാസികകളായിരുന്നു നമ്മളെ എഴുത്തുകാരെ മുന്നോട്ട് കൊണ്ടുവരികയോ അല്ലെങ്കിൽ ലോകത്തിന് മുന്നിൽ പ്രദർശിപ്പിക്കുകയോ ചെയ്തിരുന്നതെങ്കിൽ അതിനുള്ള ഒരു ഇടമായി സോഷ്യൽ മീഡിയ മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. അത് തീർച്ചയായിട്ടും പുതിയ സാധ്യതകൾ വരുമ്പോൾ, പുതിയ ടൂളുകൾ വരുമ്പോൾ അതിനെ ഉപയോഗപ്പെടുത്തുകയും ജനങ്ങളത് ഏറ്റെടുക്കുകയും ചെയ്യുന്നുള്ള എത്ര മനോഹരമായ കൃതി നമ്മൾ സൃഷ്ടിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് ഏതുതരം നല്ല കൃതിയും അത്തരത്തിലുള്ള ടൂളുകളിലൂടെ മുന്നോട്ട് വരട്ടെ എന്നതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ വായിക്കാത്ത എത്രയോ ആളുകൾ, നമ്മൾ വിചാരിക്കുന്ന സോഷ്യൽ മീഡിയയിലാണ്, നമ്മൾ സത്യത്തിൽ പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോൾ സോഷ്യൽ മീഡിയയ്ക്ക് പുറത്ത് വലിയൊരു ജനവിഭാഗം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ അവരൊക്കെ കൂടി ലഭ്യമാകുന്ന വിധത്തിലേക്ക് അത് പ്രിൻ്റ് രൂപത്തിൽ ലഭ്യമാകുന്നു എന്നുള്ളതാണ്. ഇപ്പം പലർക്കും ഇപ്പോൾ ഓൺലൈനിൽ വായിക്കുന്നതിനോട് താല്പര്യമില്ല. പുസ്തകം ഇപ്പോഴും പുസ്തകമായിട്ട് തന്നെ വായിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അവരെ കൂടി അത് ലക്ഷ്യം വെക്കുന്നു എന്നുള്ളതാണ്. അത് ഒരു കൃതി എത്രയൊക്കെ സോഷ്യൽ മീഡിയയിൽ പ്രസിദ്ധീകരിച്ചാലും പ്രിൻ്റ് രൂപത്തിലാവുമ്പോഴാണ് അതിനൊരു വില വരുന്നത് എന്നുള്ളൊരു തോന്നൽ ഇപ്പോഴും യഥാർത്ഥത്തിൽ കേരളീയ സമൂഹത്തിൽ അല്ലെങ്കിൽ ലോകസാഹിത്യത്തിലൊക്കെ നിലനിൽക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അതിൻ്റെ തുടർച്ചയായിട്ടാണ് നമ്മൾ പുസ്തകമായി കാണുന്നത്. അവരെ കൂടി അത് ലക്ഷ്യം വെക്കുന്നു എന്ന് മാത്രം വിചാരിച്ചാൽ മതി. ഓഡിയോ ബുക്സ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഓഡിയോ ബുക്സിൻ്റെ ഒരു ആരാധനയല്ല. കാരണം ഞാൻ എൻ്റെ ശബ്ദം കൊണ്ടാണ് വായിക്കുന്നത്. എനിക്ക് ഞാൻ നിശബ്ദമായി എൻ്റെ ഒരു താളം ഞാൻ ഉൾക്കൊള്ളുന്നുണ്ട്. പക്ഷെ ചിലർക്ക് അത് വളരെയധികം ഗുണപ്രദമാണ്. യാത്ര ചെയ്യുമ്പോഴൊക്കെ ഒറ്റയ്ക്ക് ഇരുന്ന് എത്രയോ പേർക്ക്. പിന്നെ മറ്റ് പരിമിതികളുള്ളവരെ സംബന്ധിച്ചിടത്തോളം വലിയ സൗകര്യമാണ്. ഈ സമയത്തിൻ്റെ ദൗർലഭ്യമുള്ളവരെ സംബന്ധിച്ച് സൗകര്യമാണ്. വായിക്കാൻ ബുദ്ധിമുട്ടുള്ളവരെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് ഭാഷാപരമായ ബുദ്ധിമുട്ടുള്ള ധാരാളം ആളുകൾക്ക് മലയാളം നന്നായി അറിയാം, എന്നാൽ മലയാളം വായിക്കാൻ അറിയാത്ത ഒരു വലിയ തലമുറ വരുന്നുണ്ട്. അവരെയൊക്കെ സംബന്ധിച്ച് ഓഡിയോ ബുക്സ് ഗുണപ്രദമാണ് എന്നുള്ളതാണ്. ഏതുതരം മാറ്റങ്ങളും സാഹിത്യത്തിന് അനുകൂലമാണെങ്കിൽ അതിനോടൊപ്പം നിൽക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നത്. അത് നമ്മൾ മീഡിയ മാറുന്നു എന്നുള്ളത് ഒരു പ്രശ്നമായി കാണേണ്ടതില്ല എന്ന് ഞാൻ കരുതുന്നു. നല്ല സാഹിത്യം ഉണ്ടാവുന്നുണ്ടോ എന്ന് മാത്രമേ നമ്മൾ ചോദിക്കേണ്ടതുള്ളൂ. ഗ്രാഫ് ഉയർന്നു തന്നെ പോകുന്നു എന്നുള്ളതാണ് ഞാൻ കരുതുന്നത്. കാരണം നമ്മളെ കഴിഞ്ഞൊരു തലമുറ, ഞങ്ങൾക്ക് മുമ്പുള്ളൊരു തലമുറ നോക്കിയാൽ 10,000 പുസ്തകം വിറ്റ് പോവുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമായിരുന്നുവെങ്കിൽ ഇപ്പോൾ അത് ലക്ഷത്തിലേക്ക് മാറിയിട്ടുണ്ട്. പുസ്തകത്തിൻ്റെ വിൽപ്പന കണക്കിലാണെങ്കിൽ. പുരസ്കാരങ്ങളുടെ കണക്കിലാണെങ്കിൽ പോലും ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പുരസ്കാരങ്ങളിലേക്ക് ഒരു കാലത്ത് ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തുക എന്ന് പറയുന്നത് വളരെ ദുർഘടം പിടിച്ച ഒരു പരിപാടിയായിരുന്നെങ്കിൽ ഇന്ന് മലയാള സാഹിത്യത്തിലെ എത്രയോ അധികം പുസ്തകങ്ങൾ ഇംഗ്ലീഷിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു, മറ്റനേകം ഭാഷകളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ സാഹിത്യകാരന്മാർ മറ്റനേകം ഉത്സവങ്ങളിലേക്ക് ക്ഷണിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. മലയാള സാഹിത്യം കുറേ കൂടി ശ്രദ്ധ നേടിക്കൊണ്ടേയിരിക്കുന്നു. ഒരു തലമുറ മുമ്പ് അല്ലെ 2 തലമുറ മുമ്പ് ബംഗാൾ സാഹിത്യമായിരുന്നു അതെങ്കിൽ മലയാള സാഹിത്യമാണ് ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സാഹിത്യം എന്ന് ഇന്ത്യ മുഴുവൻ അംഗീകരിക്കുന്ന ഒന്നിലേക്ക് വന്നിട്ടുണ്ട്. അത് നമ്മളുടെ നിന്ന് ഗുണപ്രദമായ കൃതികൾ ഉണ്ടായതുകൊണ്ട് തന്നെയാണ്. ആ തുടർച്ച ഇനിയും ഉണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്.